ഒന്നാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദി ഉണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. ഹലോ എവരിവൺ, വെൽക്കം ടു കിഡ്സ് ഏരിയ ഓൺലൈൻ. ക്ലാസ് 4 മാത്തമാറ്റിക്സ് എക്സാം ആയിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? ഈസി ആയിരുന്നില്ലേ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒക്കെ ശരിയാണോ നോക്കാം. നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് ശരിയാണോ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടേബിൾ ഓഫ് പിക്ചേഴ്സ്. The favorite game of class 4 children are given below. One picture indicates 6 numbers. Okay, ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇപ്പോൾ ഫുട്ബോൾ 24, ക്രിക്കറ്റ് എത്ര ഉണ്ടാവും? 3 into 6 18, ബാഡ്മിൻ്റൺ 2 into 6 12, വോളിബോൾ 5 into 6 30. 18, 12, 13 ആണ് ആൻസർ. 30 ആണ് ആൻസർ. 13 അല്ല 30. Fill in the blanks in the table. അതാണ് ചെയ്തത്. ബി ക്വസ്റ്റ്യൻ, ഹൗ മെനി മോർ ചിൽഡ്രൻ ലവ് വോളിബോൾ ദാൻ ക്രിക്കറ്റ്? ക്രിക്കറ്റിനെക്കാളും എത്ര കുട്ടികളാണ് വോളിബോൾ ഇഷ്ടപ്പെടുന്നത്? അപ്പോൾ എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. വോളിബോളിൽ നിന്ന് ക്രിക്കറ്റ് കുറയ്ക്കുമ്പോൾ 12 കുട്ടികളാണ്, 12 സ്റ്റുഡൻസ് ആണ് ചിൽഡ്രൻ ആണ് എന്ത് ചെയ്യുന്നത്? ക്രിക്കറ്റിനെക്കാളും വോളിബോൾ ഇഷ്ടപ്പെടുന്നത്. സി ക്വസ്റ്റ്യൻ, put against the correct one. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? ഇതിൽ ശരിയായിട്ടുള്ളത് മോസ്റ്റ് ഓഫ് ദ ചിൽഡ്രൻ ലൈക്ക് വോളിബോൾ. വോളിബോൾ ആണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. ആക്ടിവിറ്റി 2, ലെറ്റ്സ് പാക്ക് ഇറ്റ്. ലുക്ക് അറ്റ് ദ നമ്പർ ഓഫ് അഗർബത്തീസ് മെയ്ഡ് ബൈ ദ ചിൽഡ്രൻ ഇൻ ദ വർക്ക് എക്സ്പീരിയൻസ് ഫെസ്റ്റ്. വർക്ക് എക്സ്പീരിയൻസ് ഫെസ്റ്റിൽ കുട്ടികൾ ഉണ്ടാക്കിയ അഗർബത്തീസിന്റെ എണ്ണമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. റീന 160, അമൽ 171, ഫാത്തിമ 138, റീജ 131. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് അഗർബത്തീസ്? അഗർബത്തീസിന്റെ ടോട്ടൽ നമ്പർ എത്രയാണ്? ഇത് 4ഉം കൂടി എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 600 ആണ് ആൻസർ കിട്ടുക. ബി ക്വസ്റ്റ്യൻ, റീന packed the അഗർബത്തീസ്. She kept them in packets of 20 each. How many packets will be there? റീന അഗർബത്തീസ് പാക്ക് ചെയ്തു. എത്ര എണ്ണമാണുള്ളത്? 160 ആണുള്ളത്. ഒന്നിൽ 20 വെച്ച് പാക്ക് ചെയ്തു. എന്നാൽ എത്ര പാക്കറ്റ് ഉണ്ടാവും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 160 അഗർബത്തീസ് ആണ് റീന പാക്ക് ചെയ്തത്. ഒന്നിൽ 20 വെച്ച്. അപ്പോൾ എത്രയാണ്? 160 divided by 20, 8 packets. C question, the cost of 1 packet of agarbattis is 20 rupees. 30 packets were sold. How much money did they get? 20 rupees ആണ്, 20 രൂപയാണ് അഗർബത്തിയുടെ വില ഒരു പാക്കറ്റിന്. അങ്ങനെ 30 പാക്കറ്റ് വിറ്റെങ്കിൽ 600 rupees ആണ് കിട്ടിയത്. How many more does Fatima need to pack 7 packets with 20 agarbattis each? ഫാത്തിമയ്ക്ക് 7 പാക്കറ്റ്സ് ഉണ്ടാക്കണം. 7 പാക്കറ്റ്സ് അഗർബത്തീസ് ഉണ്ടാക്കണം. ഒന്നിൽ 20 എണ്ണമാണുള്ളത്. അപ്പോൾ ഇനി എത്ര എണ്ണം കൂടുതൽ വേണമെന്നാണ്. ഫാത്തിമ 138 എണ്ണം കയ്യിലുണ്ട്. 138 അഗർബത്തീസാണ് ഉള്ളത്. അപ്പോൾ ടോട്ടൽ 7 പാക്കറ്റ് വേണമെങ്കിൽ 140 എണ്ണമാണ് 140 അഗർബത്തീസാണ് വേണ്ടത്.
ഒന്നിൽ 20 വീതം, അങ്ങനെ 7 പാക്കറ്റ്സ്. അപ്പോൾ 140 വേണം. പക്ഷെ ഫാത്തിമയുടെ കയ്യിൽ 138 ഉള്ളൂ. പിന്നെ എത്ര കൂടെ വേണം? 2 more, 2 കൂടുതൽ വേണം. ഈ ക്വസ്റ്റ്യൻ 8 into 20 equal to 160. Which among the following is equal to 9 into 20? Put against the correct one. Answer 20 added 1 time to 160 ആണ്. ആൻസർ സി ആണ് ശരി ഉത്തരം. മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. ആനുവൽ ഡേ സെലിബ്രേഷൻ. The amount spent for the annual day celebrations of Cholavayal LP School is given below. Food 7,480, light and sound 8,500, price 2,000. Which item had the highest expense at the annual day celebration? Annual day celebration കൂടുതൽ ചിലവായത് ഏതിനാണ്? ലൈറ്റ് ആൻഡ് സൗണ്ടിനാണ്. How much more was spent on light and sound than on food? ഫുഡിനെക്കാളും എത്ര രൂപ കൂടുതലാണ് ലൈറ്റ് ആൻഡ് സൗണ്ടിന് ചിലവഴിച്ചത്? തമ്മിൽ കുറച്ചാൽ മതി. 1020 ആണ്. What is the total expense of annual day celebration? Annual day celebration total expense അറിയാൻ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. 17,980 rupees ആണ് ടോട്ടൽ. D question. 4 former students shared the amount for the prize equally. How much did one person give? പ്രൈസിന് ടോട്ടൽ എമൗണ്ട് 2000 ആണ്. അപ്പോൾ 4 പേരാണ് അത് ഡിവൈഡ് ചെയ്തത്. അപ്പോൾ 2000 എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരാൾക്ക് എത്ര രൂപ കിട്ടും? 500 rupees. The number of currency notes and their sum is given below. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ ശരിയായി വരുന്നത് ഓപ്ഷൻ ഡി ആണ്. സി 2000 എന്ന് പറയുന്നത് സി ആണ്. 20 notes of 100. ഇനി 3000 എന്ന് പറയുന്നത് 6 notes of 500 ആണ്. അതുപോലെ തന്നെ 4000 rupees എന്ന് പറയുന്നത് 8 notes of 500 ആണ്. ഇനി 1000 rupees എന്ന് പറയുന്നത് 10 notes of 100 ആണ്. അതുകൊണ്ട് ഡി ആണ് ശരി ഉത്തരം. ആക്ടിവിറ്റി 4. ഈ 4എയും 4ബിയും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. 4a കളക്ഷൻ ഓഫ് പ്രോഡക്ട്സ് ആണ്. The list of items collected in connection with the sub-district Kalolsavam is given below. Rice 3 quintals 25 kg. Coconut 1 quintal 70 kg. Yam 1 quintal 10 kg. Banana 1 quintal 8 kg. Write the weight of banana in kilogram. Banana കിലോഗ്രാമിലാക്കി എഴുതുക. 1 quintal 8 kg. 1 quintal എന്ന് പറഞ്ഞാൽ 100 കിലോഗ്രാം ആണ്. അപ്പോൾ 100 കിലോഗ്രാമും 8 കിലോഗ്രാമും കൂടെ കൂട്ടുമ്പോൾ 108 kilogram ആണ്. B question. 1 quintal 5 kilogram rice was used on the first day of the Kalolsavam. How much will be the weight of the rice that was left? 1 quintal 75 kilogram. How much more is the weight of coconut than that of yam? യാമിനേക്കാൾ എത്രയാണ് കൂടുതൽ? 1 quintal 70 kilogram ആണ് കോക്കനട്ടിന്. യാമിന് 1 quintal 10 kilogram ആണ്. അപ്പോൾ എത്രയാണ് കൂടുതൽ? 60 kilogram. ഇതിൽ കറക്റ്റ് വൺ ഏതെന്നാണ് ചോദിക്കുന്നത്. 1 ton എന്ന് പറയുന്നത് 1000 കിലോഗ്രാം ആണ് ശരി. ബി ഓപ്ഷൻ ബി ആണ് ശരി. 1 ton എന്ന് പറയുന്നത് 1000 kilograms ആണ്. 4b question. Milk math. The quantity of milk collected at the society is given below. Sunday 285 liters 300 milliliters. Monday 301 liters 100 milliliters. Tuesday 274 liters 750 milliliters. Wednesday 300 liters 800 milliliters. Thursday 294 liters 500 milliliters. On which day was the largest quantity of milk collected? അപ്പോൾ ലിറ്ററിൽ നോക്കിയാൽ മതി. ഏറ്റവും കൂടുതലുള്ളത് 301. അപ്പോൾ മൺഡേ ആണ് ഏറ്റവും കൂടുതൽ പാൽ കളക്ട് ചെയ്തത്. How much more milk was collected on Wednesday than on Thursday? തേഴ്സ്ഡേക്കാളും എത്രയാണ് കൂടുതൽ വെനസ്ഡേ കളക്ട് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി? കുറച്ചാൽ മതി. 300 ലിറ്ററിൽ നിന്ന് 274 ലിറ്റർ കുറയ്ക്കുമ്പോൾ 6 ലിറ്റർ കിട്ടും. അതുപോലെ തന്നെ 800 നിന്ന് 500 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 300 നിന്ന് 294 കുറയ്ക്കുമ്പോൾ 6 ലിറ്റർ കിട്ടും. 800 നിന്ന് 500 കുറയ്ക്കുമ്പോൾ 300 milliliters. അപ്പോൾ 6 liters 300 milliliters ആണ് ആൻസർ. C question. 64 liters of milk was sold from the milk collected on Sunday. What is the quantity of milk that is left? 221 liters 300 milliliters. Milk collected on Friday was kept in 8 vessels with a capacity of 40 liters each. What is the total quantity of milk? 8 into 40.
320 liters ആണ് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് മിൽക്ക്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതെന്നാണ് ചോദിക്കുന്നത്. 1 ലിറ്റർ എന്ന് പറയുന്നത് 1000 milliliter. 1 ലിറ്റർ 1000 milliliter ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 5A ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് ആണ്. The distance to different public offices from Ridhika's home is given in the table. ഋതികയുടെ വീട്ടിൽ നിന്ന് പഞ്ചായത്ത് ഓഫീസിൽ പോകാനുള്ള ദൂരമുണ്ട്, സ്കൂളിൽ പോകാനുള്ള ദൂരം, പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള ദൂരം, ഹോസ്പിറ്റലിൽ പോകാനുള്ള ദൂരം. ഇതിൽ പഞ്ചായത്ത് ഓഫീസിൽ പോകാനുള്ള ദൂരം 2400 meters, 2 kilometers 400 meters എന്ന് എഴുതി. അപ്പോൾ സ്കൂളിൽ 2 kilometer 200 meters. അപ്പോൾ എങ്ങനെ എഴുതാം? 2200 meters. പോലീസ് സ്റ്റേഷനിലേക്ക് 7300 meters. അതെങ്ങനെ എഴുതാം? 7 kilometer 300 meters. ഹോസ്പിറ്റൽ 5 kilometer 500 meters. അപ്പോൾ 5500 meters. What is the total distance that Ridhika's covered after going to school and returning home? ഋതികയ്ക്ക് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്നതാണ് 2200 മീറ്റർ. തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരണം, റിട്ടേണിംഗ് ഹോം. അപ്പോൾ ടോട്ടൽ എത്രയാവും എന്നാണ് പറയുന്നത്. അപ്പോൾ 2200നെ 2 പ്രാവശ്യം ചെയ്താൽ മതി. അപ്പോൾ 4400 മീറ്റർ എന്ന് പറഞ്ഞാൽ 4 kilometers 400 meters. ഓക്കെ, ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ് ചോദിക്കുന്നത്. ഏറ്റവും അടുത്തുള്ളത്, ഋതികയുടെ വീടിന്റെ ഏറ്റവും അടുത്തുള്ളത് സ്കൂളാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 5B ക്വസ്റ്റ്യൻ കൺസ്ട്രക്ടിങ് ഹാൻഡ് റെയിൽസ്. Handrails are being constructed along the new road from Kattadikavala to Chattivayal. On the first day, handrail was constructed for 2 kilometers 300 meters. ആദ്യത്തെ ദിവസം 2 kilometers 300 meters ആണ് handrail പണിതത്. On the second day, handrail was constructed for 2 kilometers 200 meters. രണ്ടാമത്തെ ദിവസം 2 kilometer 200 meter. What is the length of handrail constructed in meters on the first day? ഇതിനെ മീറ്ററിലാക്കി എഴുതാനാണ് പറയുന്നത്. അപ്പോൾ 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 2000 മീറ്റർ. അപ്പോൾ 2300 മീറ്റർ. What is the total length of the handrail constructed on the first 2 days? ആദ്യത്തെ 2 ദിവസം എത്രയാണ് പണിതത്? രണ്ടും കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ 4 kilometers 500 meters. It was decided to construct a 7 kilometer handrail. How much length is left? 7 കിലോമീറ്റർ ഹാൻഡ് റെയിലാണ് പണിയേണ്ടത്. ഇവിടെ 4 kilometer 500 meters ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എത്ര കൂടിയുണ്ട്? അപ്പോൾ 7 kilometers നിന്ന് 4 kilometers 500 meters കുറച്ചാൽ മതി. അപ്പോൾ ടോട്ടൽ 2 kilometers 500 meters. ഡി ക്വസ്റ്റ്യൻ റൈറ്റ് 7 kilometers in meters. 7 കിലോമീറ്ററിന് മീറ്ററിലാക്കി എഴുതുക. 7000 മീറ്റർ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ. അപ്പോൾ 7 kilometer 7000 മീറ്റർ. ഇതിൽ കറക്റ്റ് 1 ആയിട്ടുള്ളത് ഏതൊക്കെയെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് 1 meter എന്ന് പറഞ്ഞാൽ 100 centimeter ആണ്. 1 kilometer എന്ന് പറഞ്ഞാൽ 1000 meter ആണ്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി. 1 and 3 are correct. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാവരും ആൻസേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799. ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ, എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക്
STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്.